തദ്ദേശ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമല്ലേ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങളാണ് സംസ്ഥാനത്ത് UDFും BJPയും എല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പരമാവധി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുക എന്നതാണ് CPMന്റെയും ഇടതുമുന്നണിയുടെയും ലക്ഷ്യം. ആ ഒരു പശ്ചാത്തലത്തിൽ ചില ഉദ്യോഗസ്ഥന്മാരെ, ബൂത്തിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ വ്യാപകമായി UDF അനുകൂല വോട്ടുകൾ വെട്ടിമാറ്റി ആ വാർഡുകളെല്ലാം ജയിച്ചു കയറി തദ്ദേശ സ്ഥാപനങ്ങൾ പിടിക്കാനുള്ള ഒരു നീക്കമാണ് CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥരുടെ വലിയ ഒത്താശ CPMന് ലഭിക്കുന്നുണ്ട്. ഈ ഒത്താശ ലഭിക്കുമ്പോൾ തന്നെ ഇത് പച്ചയായ ജനാധിപത്യ ദംശനമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ CPM പലയിടങ്ങളിലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂർ ജില്ലയിൽ, അതായത് ഉത്തര മലബാറിന്റെ പല പ്രദേശങ്ങളിലും വ്യാപകമായി കള്ളവോട്ടുകൾ ചെയ്തിട്ട് പല പഞ്ചായത്തുകളും അധികാരം പിടിക്കാൻ, അതോടൊപ്പം തന്നെ CPMന്റെ പാർട്ടി ഗ്രാമങ്ങളായ പ്രദേശങ്ങളിൽ എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ അനുവദിക്കാതെ ഏകപക്ഷീയമായി ജയിച്ചു കയറുന്ന പ്രവണതകൾ എല്ലാം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം പലയിടങ്ങളിലും മാറ്റം വന്നൊരു പശ്ചാത്തലത്തിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം നടത്തി UDF അനുകൂല വോട്ടുകൾ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി വെട്ടിമാറ്റി അധികാരത്തിൽ എത്താനുള്ള നെറികെട്ട നീക്കമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം 18 വയസ്സ് പൂർത്തീകരിച്ച ഏതൊരു പൗരന്റെയും മൗലികാവകാശമാണ് വോട്ടവകാശം. വോട്ടവകാശം ഇല്ലാതാക്കി ജീവിച്ചിരിക്കുന്ന ആളുകളെ പോലും മരിച്ചവരായി കണക്കാക്കി അവരുടെ വോട്ടുകൾ തള്ളിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രൂപത്തിൽ പോലും CPMനെ വിശേഷിപ്പിക്കാൻ കഴിയാത്ത നടപടിയാണ് CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ UDFും കോൺഗ്രസും ഉയർത്തി കാണിക്കുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥരുടെ പിന്തുണയാണ് CPMന് ഇതിന് കരുത്തു നൽകുന്നത്. കാരണം ബൂത്തിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ ക്രമക്കേടിന് CPMന് കൂട്ടുനിൽക്കുകയാണ്. CPM അനുകൂല സംഘടനയായ ഉദ്യോഗസ്ഥരുടെ സംഘടനയായ NGO യൂണിയനിലും CPI അനുകൂല ഉദ്യോഗസ്ഥരുടെ സംഘടനയായ ജോയിന്റ് കൗൺസിലിലും എല്ലാം പെട്ട ഉദ്യോഗസ്ഥരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നതെന്ന് പറയുമ്പോൾ CPMന്റെ നേതൃത്വത്തിൽ ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തി പച്ചയായ ജനാധിപത്യ ദംശനമാണ് നടക്കുന്നത്. ഇത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, അതായത് സംസ്ഥാന സർക്കാരിനെതിരെയും CPMനെതിരെയും വലിയ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി വിജയിക്കാൻ CPM ശ്രമിക്കുന്നത്. ജനങ്ങളുടെ അംഗീകാരം തങ്ങൾക്ക് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ CPM വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിൽ എത്താനുള്ള ശ്രമത്തെ കേരളീയ സമൂഹം ചെറുത്തുതോൽപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ വലിയ ആരോപണമാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വരുന്നത്. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ക്രമക്കേടുകൾ പരിഹരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ UDFും കോൺഗ്രസും കോടതിയിൽ പോകാനുള്ള സാഹചര്യം വരെ കാണുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ പലയിടത്തും ഉന്നയിച്ചിട്ടുണ്ട് UDF. ഇപ്പോൾ CPM തള്ളാൻ നൽകിയ വോട്ടുകളുമായി ബന്ധപ്പെട്ട ഹിയറിംഗ്, അത് വീണ്ടും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ UDFും കോൺഗ്രസും നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തെ പാടെ ഇല്ലായ്മ ചെയ്ത് ഏകാധിപത്യത്തിലൂടെ അല്ലെങ്കിൽ ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തിയും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും ഭരണം പിടിക്കാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന സ്വപ്നമാണ് CPM കാണുന്നത്. പക്ഷേ ആ സ്വപ്നം ഇവിടെ നടത്തിക്കില്ല എന്ന വാശിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത്. UDFന്റെ വോട്ട് കള്ളപ്പരാതി നൽകി തള്ളിക്കുന്നതിന് CPMന്റെ ലക്ഷ്യം എന്താണ്? തീർച്ചയായും UDFന്റെ വോട്ടുകളാണ് ഇത്തരത്തിൽ വ്യാജ പരാതികൾ നൽകിയും കള്ളപ്പരാതികളെല്ലാം നൽകി തള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളെ അവർ മരിച്ചെന്ന് കാണിച്ചും അവർ സ്ഥലത്തില്ലെന്ന് കാണിച്ചും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് ഈ വോട്ടർ പട്ടികയിൽ CPM കൃത്രിമത്വം കാണിക്കുന്നത്. പല ആളുകൾക്കും തങ്ങളുടെ വോട്ട് തള്ളിപ്പോയി എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. കാരണം ഒരു പ്രദേശത്തെ വോട്ടുകൾ തള്ളിക്കണമെങ്കിൽ ആ പ്രദേശത്തെ ആളുകൾ നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യുന്നത്. അത് CPMന് കൃത്യമായി അറിയാം, അല്ലെങ്കിൽ ഈ പരാതി നൽകുന്നവന് കൃത്യമായി അറിയാം ഈ ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അത് അറിഞ്ഞിട്ട് പോലും ഇത്തരത്തിൽ UDFന് ലഭിക്കുമെന്ന് ഉറപ്പുള്ള, അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ഉറപ്പുള്ള വോട്ടുകൾ CPM തള്ളിക്കുന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് വളഞ്ഞ വഴിയിലൂടെ ജയിച്ചു കയറുക എന്നതാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി, അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ എല്ലാ സൗന്ദര്യത്തെയും ഇല്ലാതാക്കി ഒരു വോട്ടിംഗ് എന്ന സംവിധാനം, അല്ലെങ്കിൽ വോട്ടെടുപ്പിനെ തന്നെ അട്ടിമറിച്ച്
ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് അവർക്ക് വലിയ പിന്തുണ. CPM ആണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണസ്വാധീനമുണ്ട്, ഉദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ട്, പ്രാദേശികമായ CPM-ന്റെ ഘടകങ്ങളുടെ പിന്തുണയുണ്ട്. ഇത്തരത്തിൽ അത് തങ്ങൾക്ക് വഴങ്ങാത്ത ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി പോലും CPM ഇത്തരത്തിൽ എല്ലാ കുൽസിത പ്രവർത്തനങ്ങളും അവർ നടത്തുന്നത് കേരളം നിരവധി തവണ കണ്ടതാണ്. കണ്ണൂരിലെല്ലാം കള്ളവോട്ടുകൾക്ക് ഒത്താശ ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാരെ കായികമായി നേരിടുന്നത് നിരവധി തവണ കേരളം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ CPM-ന് ഇതൊന്നും പുത്തരിയല്ല. ജനാധിപത്യത്തെ ഇപ്പോഴും പൂർണ്ണമായും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും CPM തയ്യാറായിട്ടില്ല എന്നാണ് ഈ വോട്ടർ പട്ടികയിൽ ഇവർ നടത്തുന്ന ഈ നെറുകെട്ട നീക്കത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. തലശ്ശേരി നഗരസഭയിലടക്കം ഇത്തരത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾ അല്ലെങ്കിൽ മരിച്ച ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ വോട്ട് തള്ളിക്കുന്ന UDF-ന്റെ അനുകൂലമായി ലഭിക്കുന്ന വോട്ട് തള്ളിക്കുന്ന CPM-ന്റെ നീക്കം നമ്മൾ കണ്ടതാണ്. അവിടെ UDF-നെ സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. തലശ്ശേരി നഗരസഭയിൽ മാത്രമല്ല പല നഗരസഭകളിലും ഇത്തരത്തിൽ അവർ നീക്കം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നഗരപ്രദേശങ്ങളിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള വോട്ടുകളെല്ലാം ഇത്തരത്തിൽ തള്ളിക്കാൻ CPM വ്യാപകമായി ശ്രമിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾ ജീവനോടെ ഇരിക്കുമ്പോൾ അവർക്ക് വോട്ടവകാശം വിനിയോഗിക്കാമെന്നൊരു സാഹചര്യം നിലവിലുള്ളപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ വോട്ടുകൾ തള്ളിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിലൂടെ CPM ലക്ഷ്യം വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഭരണപരാജയം ജനങ്ങൾക്കിടയിൽ ചർച്ചയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിദയനീയ പരാജയം ഉണ്ടാകുമെന്ന മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് CPM ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത്. ഇതിന് ഉദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ട് എന്നതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത. ഈ തെളിവുകൾ മുഴുവൻ ശേഖരിച്ച് തലശ്ശേരിയിലെ വിഷയത്തിലടക്കം കോടതിയിൽ പോകാനാണ് UDF-ന്റെ തീരുമാനം, കോൺഗ്രസിന്റെ തീരുമാനം. അത്തരത്തിൽ കോടതിയിൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് കോടതിക്ക് ഈ വിഷയത്തിൽ നിലപാടെടുക്കാം. ബീഹാറിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെയും സുപ്രീം കോടതിയിൽ പോയപ്പോൾ ഇവർക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതികൂലമായി ബാധിക്കുന്ന വിധിയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്നുണ്ടായത്. സമാനമായ സാഹചര്യമാണ് കേരളത്തിൽ CPM-നെയും കാത്തിരിക്കുന്നത്. എത്ര കാലം ഇങ്ങനെ കള്ളവോട്ടിലൂടെയും വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ട തങ്ങളുടെ എതിർ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളെ വോട്ട് ഇല്ലാതെയാക്കിയും എത്ര കാലം തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കാമെന്ന ചോദ്യമാണ് വോട്ടർമാർ ഉന്നയിക്കുന്നത്. പക്ഷെ ഇതൊന്നും CPM-നെ സംബന്ധിച്ചിടത്തോളം പുത്തരിയല്ല. സംസ്ഥാനം രൂപീകരിച്ചത് മുതൽ അവർ ചെയ്തു പോകുന്ന ഒരു പ്രവൃത്തിയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കള്ളവോട്ടുകളെല്ലാം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വോട്ടർ പട്ടികയിലെ പേരുകൾ തള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്നും CPM-ന് അനുകൂലമായി ലഭിക്കാത്ത, ഇടതുമുന്നണിക്ക് അനുകൂലമായി ലഭിക്കാത്ത വോട്ടുകൾ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നീക്കം CPM നടത്തുകയാണ്. ഇതിനെ കുടപിടിക്കുന്ന സമീപനം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന സർക്കാരും ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും കൈക്കൊള്ളുമ്പോൾ അവർക്കെതിരായ ശക്തമായ ജനവികാരം ഉയർന്നു വരണം. കാരണം ഒരു ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. ഭരണഘടനാപരമായി അല്ലെങ്കിൽ ഭരണഘടന ഒരു ഇന്ത്യൻ പൗരന് നൽകുന്ന ഉറപ്പ്, മൗലിക അവകാശം, അദ്ദേഹത്തിന് നൽകുന്ന അവകാശത്തെ ഇല്ലാതാക്കുന്ന നീക്കമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ജനാധിപത്യ കേരളത്തിന്റെ ഭൂഷണമായ സമീപനമല്ല CPM-ൽ നിന്നുണ്ടാകുന്നത്. ശക്തമായ പ്രതിഷേധം കേരളത്തിൽ അലയടിക്കണം. ഇത് CPM-ന്റെ ഈ ജനാധിപത്യ ദംസനത്തിനെതിരെയും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെയും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. പക്ഷേ UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എന്തൊക്കെ നെറുകേടുകൾ കാണിച്ചാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം സ്ഥാപനങ്ങളിലും ഭൂരിഭാഗം പഞ്ചായത്തുകളും നഗരസഭകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും വിജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസം തന്നെയാണ് UDF-നെ മുന്നോട്ട് നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നതിനെതിരെ ഇല്ലാ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് വ്യാജരേഖ ചമച്ച് പേര് നീക്കം ചെയ്യുന്നതിനെതിരെ നിയമ നടപടിക്കൊപ്പം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം.